Hi everyone. നിങ്ങൾ കുറേ പേരൊക്കെ ഇപ്പോൾ നിങ്ങളുടെ 11th ക്ലാസ്സസ് കഴിഞ്ഞ് 12th ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഇതിലായിരിക്കും. കുറേ പേർക്കൊക്കെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും, കുറേ പേർക്കൊക്കെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു സമയത്തിന് നിങ്ങൾ വെയിറ്റ് ചെയ്യുമായിരിക്കും. 12th ക്ലാസ് സ്റ്റാർട്ട് ചെയ്തവർക്ക് അറിയാം സിലബസിലേക്കൊക്കെ നിങ്ങൾ ഇൻട്രൊഡ്യൂസ്ഡ് ആയി വരുന്നതേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു ഇതുണ്ടാകും, അതായത് നീറ്റ് ജെ പോലെയുള്ള എക്സാം, എസ്പെഷ്യലി നീറ്റ് നോക്കുന്ന കുറേ പേരുണ്ടാകും. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആയിട്ട് ഒരുപാട് പേർക്ക് ഫസ്റ്റ് ടൈം തന്നെ ക്ലിയർ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. കാരണം കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ദ പെർസെൻറ്റേജ്, നമ്മൾ ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുമ്പം ദ പെർസെൻറ്റേജ് ഓഫ് ആസ്പിരൻസ് ഹു ഹാവ് ക്ലിയർഡ് ദീസ് എക്സാംസ് ഇൻ ദ ഫസ്റ്റ് അറ്റംപ്റ്റ് ഇസ് വെരി ഹൈ. കാരണം മെജോറിറ്റി ഓഫ് ദ കുട്ടികളും, ഈ ഒരു തലമുറയിലെ കുട്ടികൾ ഇപ്പോൾ ഭയങ്കര സ്മാർട്ടായിട്ട് ചിന്തിക്കുന്നവരാണ്. നിങ്ങൾക്കറിയാം നിങ്ങളുടെ ടൈം എത്ര സ്പ്രഷ്യസ് ആണ്, നമുക്കിവിടെ ലിമിറ്റഡ് ടൈമേ ഉള്ളൂ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ +2 പഠിക്കുന്ന അതേ സിലബസ് തന്നെയാണ് നീറ്റ് എക്സാമിനൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുള്ളതെന്ന് നിങ്ങൾക്കറിയാം. അത് കുറച്ച് സ്മാർട്ട് മെത്തേഡ്സിലൂടെ പഠിച്ച് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്ത് നല്ലൊരു മാർക്കും റാങ്കും വാങ്ങിക്കാനാണ് നിങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആസ്പിരൻ്റ് ആണ് നിങ്ങളെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ആദ്യമായിട്ട് ഈ എക്സാമിനെ കുറിച്ച് കേൾക്കുന്നവരാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തരാം. നിങ്ങൾക്കറിയാം എല്ലാ വർഷവും NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന എക്സാമാണ് നീറ്റ് എക്സാം, നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ്. ഈ എക്സാം നടത്തുന്നത് മെയിനായിട്ട് നമ്മുടെ ഇന്ത്യയിലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജസിൽ മെഡിക്കൽ സീറ്റ്സ് കിട്ടാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. ഈ നീറ്റ് സ്കോർ വെച്ചിട്ട് നിങ്ങൾക്ക് പ്രൈവറ്റ് കോളേജസിലേക്കും അഡ്മിഷൻ കിട്ടാം, ചില നഴ്സിംഗ് കോഴ്സസിലേക്കും നിങ്ങൾക്ക് ആർമി നഴ്സിംഗിലേക്കൊക്കെ അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇന്ത്യസ് ടോപ്പ് മെഡിക്കൽ കോളേജസിൽ MBBS പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് നീറ്റ് എക്സാമിൽ നല്ലൊരു സ്കോർ വേണം. നീറ്റ് നിങ്ങൾക്ക് MBBS മാത്രമല്ല BDS, BAMS, BUMS, BHMS ഇങ്ങനെയുള്ള കോഴ്സസിലേക്കും നിങ്ങൾക്ക് അഡ്മിഷൻ നേടി തരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നീറ്റ് എക്സാമിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. എല്ലാ വർഷവും മെയ് മാസത്തിലാണ് ഈ എക്സാം നടത്തുക. ഇയർലി വൺസ് ആണ് നടത്തുന്നത്. 720 ടോട്ടൽ മാർക്ക്. സിലബസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ക്ലാസ് 11th and 12th സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള സിലബസ് ആണ്. അത് കണ്ടക്ട് ചെയ്യുന്ന സബ്ജക്ട്സ് ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി എന്നിങ്ങനെയാണ്. ഓരോ സബ്ജക്റ്റിലും നമ്മൾ 45 ക്വസ്റ്റ്യൻ വെച്ച് ആൻസർ ചെയ്യണം. കറക്റ്റ് ആൻസർ ആണെങ്കിൽ നമുക്ക് +4 മാർക്കായിരിക്കും. ആൻസർ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ -1 മാർക്കായിരിക്കും. അപ്പോൾ 720 ഒരു ഇപ്പോഴത്തെ ഒരു കട്ട് ഓഫ് ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്താണെങ്കിലും ഒരു 650 അബവ് ഒക്കെ കിട്ടണം നമുക്കൊരു ഡീസൻറ്റ് കോളേജിൽ സീറ്റ് കിട്ടണമെങ്കിൽ. ഇന്ത്യയിൽ നിങ്ങൾക്കറിയാം വളരെയധികം ഗവൺമെൻറ് മെഡിക്കൽ കോളേജസ് ഉണ്ട്, പക്ഷേ ടോപ്പ് കോളേജസ് ആർ വെരി ഫ്യൂ. അതായത് ക്വാളിറ്റി ഇൻ ടേംസ് ഓഫ് അക്കാഡമിക്സ് ആൻഡ് ഇൻ ടേംസ് ഓഫ് എക്സ്ട്രാ കരിക്കുലേഴ്സ് ആൻഡ് എവറിത്തിങ് പ്രൊവൈഡ് ചെയ്യുന്ന വളരെ കുറച്ച് ക്യാമ്പസുകളേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും എയിം ചെയ്യുന്ന ഒരു ഡ്രീം ക്യാമ്പസാണ് എയിംസ് ഡൽഹി, അതേപോലെ ജിപ്മർ, അങ്ങനെയുള്ള ക്യാമ്പസുകളൊക്കെ. അപ്പോൾ അവിടേക്കൊക്കെ പഠിക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ എക്സാമിന് നമുക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഉള്ളത് കൊണ്ടും പിന്നെ ഓരോ സബ്ജക്റ്റിലും നമ്മൾ 45 ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് ആൻസർ ചെയ്യുന്നത്. അത് നമ്മൾ കൃത്യമായി കറക്റ്റായിട്ട് ആൻസർ ചെയ്യുന്നത് കൊണ്ടും ആണ് നിങ്ങൾക്ക് സ്കോർ കിട്ടുക. അപ്പോൾ ഇതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് നിങ്ങൾ അണ്ടർഗോ ചെയ്ത നിങ്ങളുടെ കോച്ചിങ് അല്ലെങ്കിൽ ട്രെയിനിങ് ആണ്. അതായത് നിങ്ങൾ ജസ്റ്റ് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും +2 സിലബസിനൊക്കെ ബേസ് ചെയ്തിട്ടല്ലേ കൂടുതൽ ക്വസ്റ്റ്യൻസ് വരിക, അപ്പോൾ ഞങ്ങൾ തന്നെ അങ്ങ് സെൽഫായിട്ട് പഠിച്ചാൽ പോരാ. കാരണം നിങ്ങൾക്കറിയാം നമ്മൾ ഓവറോൾ ലോകത്തിലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാംസ് എടുത്താൽ അതിൽ വൺ അമംഗ് ദ ടഫസ്റ്റ് എക്സാമാണ് നീറ്റ് എക്സാം. പേടിപ്പിക്കുകയല്ല, അത് പക്ഷേ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്തവരുണ്ട് അല്ലേ. നിങ്ങളതിനെ ടഫസ്റ്റ് എക്സാമായി കാണാതെ നിങ്ങൾക്കിപ്പോൾ ഉള്ള റിസോഴ്സസ് വെച്ച്, നിങ്ങളുടെ കയ്യിലുള്ള ഒന്നാമത്തെ റിസോഴ്സാണ് നിങ്ങളുടെ +2 കാലഘട്ടം, നിങ്ങൾ പഠിക്കുന്ന സിലബസ്. അതേ സിലബസ് തന്നെയാണ് നിങ്ങൾ നീറ്റ് എക്സാമിന് എഴുതാൻ പോകുന്നത്. അപ്പോൾ ഈ റിസോഴ്സൊക്കെ അവൈലബിൾ റിസോഴ്സസ് വെച്ച് തന്നെ നിങ്ങൾക്ക് കുറച്ച് സ്മാർട്ട് ലേണിംഗ് മെത്തേഡിലൂടെ നീറ്റ് എക്സാം വളരെ നല്ല സ്കോറോട് കൂടി നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം. നമ്മുടെ ഇന്ത്യയിൽ ടോട്ടൽ 1 lakh പ്ലസ് മെഡിക്കൽ സീറ്റ്സ് ആണുള്ളത്. അതിൽ 55,000 ആർ ഗവൺമെൻറ് മെഡിക്കൽ സീറ്റ്സ്. അപ്പോൾ ആ നമ്പർ ഓഫ് സീറ്റ്സ് ആർ വെരി ലെസ് അല്ലേ. അപ്പോൾ ഗവൺമെൻറ് കോളേജിലെ സീറ്റ്സ് 55,000 ആണ്. അഗെയിൻ അതിൽ റിസർവേഷൻ ഉണ്ട്. അപ്പോൾ ഓരോ കാറ്റഗറിക്കും ഡിഫറെൻറ്റ് കട്ട് ഓഫ് ആണ്. അതിനെ ബേസിച്ചിട്ട് കുറേ സീറ്റ്സിൽ ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മളുടെ കാറ്റഗറിക്ക് കിട്ടുന്ന വെരി ലിമിറ്റഡ് നമ്പർ ഓഫ് സീറ്റ്സിലേക്കാണ് നമ്മൾ ഈ പരീക്ഷ എഴുതാൻ പോകുന്നത്. സോ അതൊക്കെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ നമ്മുടെ പ്രിപ്പറേഷനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ സിലബസ്. ആ സിലബസ് നിങ്ങൾ നന്നായി പഠിക്കണം. അത് നീറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ നിങ്ങൾ ആദ്യമേ പഠിച്ചു പോയാൽ നിങ്ങൾക്ക് നല്ല സ്കോർ വാങ്ങിക്കാം. അപ്പോൾ നിങ്ങൾ പറയും ഇപ്പോൾ +2 തുടങ്ങിയതല്ലേ ഉള്ളൂ, ഇപ്പോൾ +2 ബോർഡ് എക്സാം ഉണ്ടല്ലോ, അത് ഇമ്പോർട്ടൻ്റ് അല്ലേ, അതിനല്ലേ നല്ല സ്കോർ വാങ്ങിക്കേണ്ടത്. നിങ്ങളുടെ +2 നിങ്ങൾ മേടിക്കുന്ന ഫുൾ A+ഓ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കുകളോ നിങ്ങൾക്ക്
ശരിയാണ്, നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് കിട്ടിയെന്നുള്ളത് നിങ്ങളുടെ നാട്ടിലും വീട്ടിലൊക്കെ നിങ്ങൾക്ക് നല്ല പേരും നല്ല വിലയും ഒക്കെ തരും. പക്ഷെ ഒരിക്കലും ആ മാർക്സ് നിങ്ങൾക്കൊരു ജോലി വാങ്ങി തരികയോ നിങ്ങൾക്കൊരു പ്രൊഫഷണൽ കോളേജിൽ അഡ്മിഷൻ നേടി തരികയോ ഇല്ല, വിച്ച് ഇസ് എ ഫാക്ട്. ബിക്കോസ് ലോകത്തിലെ ഏത് യൂണിവേഴ്സിറ്റിയിൽ, ഇത് മുമ്പും മിസ് കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഏതൊരു ടോപ്പ് യൂണിവേഴ്സിറ്റിയിലും അഡ്മിഷന് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ടത് ഒരു ആവറേജ് സ്കോറാണ്. ദാറ്റ് ഈസ് an aggregate of 60%, 70%, 60% ആണ് എല്ലാവരും ചോദിക്കുക. 60% ഇൻ യുവർ ക്ലാസ് 12th അല്ലെങ്കിൽ 70%, 80% ഡിപ്പെൻഡിങ് ഓൺ ദ യൂണിവേഴ്സിറ്റി. ഓക്കെ, അല്ലാതെ നിങ്ങൾ ഫുൾ A+ വാങ്ങിയത് കൊണ്ടോ നിങ്ങൾക്ക് 98, 99% കിട്ടി +2 കിട്ടി എന്നുള്ളത് കൊണ്ടോ ഒരിക്കലും ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൽ അത് നിങ്ങളുടെ പെർഫോമൻസിനെയോ നിങ്ങളുടെ മാർക്കിനെയോ അത് എഫക്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, മറിച്ച് നീറ്റ് പോലെയുള്ള ഒരു എക്സാം നിങ്ങൾ ഫസ്റ്റ് ടൈം വിത്ത് എ ഗുഡ് സ്കോർ ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയിലെ ടോപ്പ് മെഡിക്കൽ കോളേജിൽ ഡയറക്റ്റ് അഡ്മിഷനാണ് ലഭിക്കുന്നത്. അതുവഴി 4 വർഷം കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഫുൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നു. ഐ മീൻ 5th ഇയർ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് ഉണ്ടാകും. അങ്ങനെ 5 years കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ എൻറ്റയർ മെഡിക്കൽ ഡിഗ്രി ഫിനിഷ് ചെയ്യുന്നു. ആഫ്റ്റർ ദാറ്റ് യു ഡയറക്ട്ലി എൻറ്ററിങ് എ ജോബ് ആസ് എ ഡോക്ടർ. കറക്റ്റ്. അപ്പോൾ ഇത്രയും ബെനിഫിറ്റ്സ് ആണ് നിങ്ങൾക്കുള്ളത്. അതൊക്കെ മക്കൾ മനസ്സിലാക്കി സ്മാർട്ടായിട്ട്, നിങ്ങൾ ജെൻസിക്കാരാണ്, അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളെക്കാളൊക്കെ കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിവുള്ളവരാണ്. സോ ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യുക. അണ്ടർസ്റ്റാൻഡ് യുവർ പ്രയോറിറ്റീസ്. നിങ്ങൾക്ക് ശരിക്കും ഈ ഫീൽഡ് ഇഷ്ടമാണെങ്കിൽ, മെഡിക്കൽ ഫീൽഡിലേക്ക് കയറാൻ നിങ്ങൾക്ക് അത്രയ്ക്കും ആഗ്രഹമുണ്ടെങ്കിൽ യു ഷുഡ് ഡെഫിനറ്റ്ലി ഗിവ് ഇറ്റ് എ ട്രൈ. സോ നിങ്ങൾ ഇനി നീറ്റ് എഴുതാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാം നിങ്ങൾ ക്ലാസ് 12th കഴിഞ്ഞിട്ടുള്ള എക്സാമാണ്. അത് നീറ്റ് 2026 നീറ്റ് 2026 മെയ് മാസത്തിലാണ് കണ്ടക്ട് ചെയ്യപ്പെടുക. അപ്പോൾ ഈ എക്സാമിനുള്ള പ്രിപ്പറേഷൻ നമുക്ക് ഇപ്പോഴേ തുടങ്ങാം. അപ്പം നിങ്ങൾ വിചാരിക്കും മിസ്സേ അതിനുള്ള റിസോഴ്സസ് എനിക്കുണ്ട്, പക്ഷേ എങ്ങനെ തുടങ്ങണം എന്നറിയില്ല, അങ്ങനെയൊക്കെയുള്ള കുറേ കൺഫ്യൂഷൻസ് ഉള്ളവരുണ്ടാകും. അപ്പം നിങ്ങൾക്ക് അതിനുള്ള സൊല്യൂഷൻ ആയിട്ടാണ് സൈലം ഒരു അടിപൊളി ബാച്ച് ലോഞ്ച് ചെയ്യുകയാണ്, നമ്മുടെ സൂപ്പർ കിങ്സ് ബാച്ച്. സൂപ്പർ കിങ്സ് ബാച്ച് ഈ വർഷം ഒരുപാട് സ്പെഷ്യാലിറ്റീസോടെയാണ് വരുന്നത്. അതായത് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് CBSE സ്റ്റുഡൻസിനായിട്ടുള്ള ക്ലാസ്സസ് ആണ്. ആദ്യം നിങ്ങളെ പഠിപ്പിക്കുക ബേസിക്സ് ആയിരിക്കും. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിൽ നിങ്ങളുടെ ബേസിക്സ് ക്ലാസ്സസ് ആയിട്ടാണ് നമ്മൾ തുടങ്ങുക. അതിനുശേഷം നമ്മൾ സ്റ്റേറ്റ് സ്റ്റുഡൻസിനും ഈ ബാച്ച് ലോഞ്ച് ചെയ്യുന്നുണ്ട്. അവരുടെ ക്ലാസ്സസും ആദ്യം ബേസിക്സോടെയാണ് സ്റ്റാർട്ട് ചെയ്യുക. ആൻഡ് ബൈ mid-April പ്രോപ്പർ ആയിട്ടുള്ള ക്ലാസ്സസ് സ്റ്റാർട്ടിങ് ഫ്രം ദ വെരി ഫസ്റ്റ് ചാപ്റ്റർ ഓഫ് യുവർ ക്ലാസ് 12th നമ്മൾ റെഗുലർ ആയിട്ട് സൂപ്പർ കിങ്സ് ബാച്ച് കണ്ടിന്യൂ ചെയ്ത് പോകും. ഓക്കെ, അതായത് നിങ്ങളുടെ പ്രോപ്പർ ക്ലാസ് 12 സിലബസ് പഠിച്ചു തുടങ്ങും. ഡയറക്റ്റ് ആയിട്ട് നമ്മൾ നീറ്റ് സിലബസിലേക്കല്ല പോവുക. ഈ ബാച്ചസിൽ നിങ്ങളെ ആദ്യം ഞങ്ങൾ, ബിക്കോസ് നിങ്ങൾ ചിലപ്പോൾ 10th 11th ഒന്നും നിങ്ങൾക്ക് പ്രോപ്പർ ബേസ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ ബേസിക്സ് ക്ലിയർ ചെയ്തിട്ട് വേണം സിലബസ് പഠിക്കാൻ തുടങ്ങും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഡയറക്റ്റ് സിലബസ് നമ്മൾ പഠിപ്പിക്കാൻ തുടങ്ങിയാൽ NCERT പോലെയുള്ള ബുക്കൊക്കെ ചിലപ്പം പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിന്ന് വരും. സിലബസും കോൺസെപ്റ്റ്സും ഗ്രാസ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടായിന്ന് വരും. അത് മനസ്സിൽ വെച്ചിട്ടാണ് നമ്മൾ നിങ്ങളെ ബേസിക്സ് പഠിപ്പിച്ച് തുടങ്ങുന്നത്. അപ്പോൾ ഈ ബാച്ചിലൂടെ നിങ്ങൾക്ക് ബേസിക്സിൻ്റെ ക്ലാസ്സസ് കിട്ടുന്നുണ്ട്. പ്ലസ് വേറെ എന്തൊക്കെയാണ്, നിങ്ങൾക്ക് റെഗുലർ ആയിട്ടുള്ള ലൈവ് ക്ലാസ്സസ് ഉണ്ടാകും. കാരണം ഞങ്ങൾ ഫുൾ ഇയറിലേക്കുള്ള, അതായത് സ്റ്റാർട്ടിങ് ഫ്രം ഏപ്രിൽ നീറ്റ് 2026 വരെയുള്ള നിങ്ങളുടെ ഷെഡ്യൂൾ പ്ലാൻ ചെയ്തിട്ടാണ് ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് റെഗുലർ റെക്കോർഡഡ് ക്ലാസ്സസ്, നിങ്ങൾക്ക് ലൈവ് ക്ലാസ് മിസ്സായാൽ റെക്കോർഡഡ് വീഡിയോസ് നിങ്ങൾക്ക് കാണാം. അത് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ സൈലത്തിൻ്റെ ആപ്പിലേക്ക് നിങ്ങൾക്ക് ആക്സസ് ഉണ്ടാവും. ആപ്പിലാണ് നിങ്ങൾ ഈ ക്ലാസ്സസ് കാണേണ്ടത്. ലൈവ് ഉണ്ട്, റെക്കോർഡഡ് ഉണ്ട്. പിന്നെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്ന കണ്ടന്റ് സ്ലൈഡ്സ് നിങ്ങൾക്ക് PDF ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അതുകൂടാതെ നിങ്ങൾക്ക് അഡീഷണലി സൈലത്തിൻ്റെ ബുക്സ്, സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ നീറ്റ് ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ എക്സ്ക്ലൂസീവ്ലി നിങ്ങളുടെ ബാച്ചിനായിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അതുകൂടാതെ ഈ ബാച്ചിൻ്റെ മറ്റു പ്രത്യേകതകളാണ്, വെറും ക്ലാസ്സസ് മാത്രമല്ല, നമ്മൾ റെഗുലർ ആയിട്ട് നിങ്ങൾക്ക് എക്സാംസ് കണ്ടക്ട് ചെയ്യും. യു വിൽ ഹാവ് റെഗുലർ എൻഡ് ഓഫ് ചാപ്റ്റർ എക്സാംസ് ആൻഡ് കുറേ ചാപ്റ്റേഴ്സ് കഴിയുമ്പോൾ മൊഡ്യൂൾ എക്സാംസ് ഉണ്ടാകും. ദെൻ യു വിൽ ഹാവ് വീക്ക്ലി എക്സാംസ് ഉണ്ടാകും. ദെൻ യു വിൽ ഹാവ് യുവർ GIB എക്സാം, ഗ്രേറ്റ് ഇന്ത്യൻ ബാച്ചിൽ എക്സാം എന്ന് പറയുന്നത് നമ്മൾ പ്രോപ്പർ നീറ്റ് മോഡലിൽ നടത്തുന്ന പരീക്ഷകളാണ്. അപ്പോൾ അതും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. കൂടാതെ ഈ ബാച്ചിൻ്റെ പ്രത്യേകതയാണ്, നിങ്ങൾക്ക് സംശയങ്ങൾ വരുമ്പം അത് ക്ലിയർ ചെയ്യാനായിട്ട് നമ്മുടെ ആപ്പിലൊരു AI ഗുരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ AI ഗുരു ഉണ്ട്. പിന്നെ ഡൗട്ട് സോൾവിങ് അല്ലാതെ തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. മെൻറ്റർഷിപ്പ്, പേഴ്സണൽ മെൻറ്റർഷിപ്പ് ഉണ്ടാകും. പിന്നെ നമ്മുടെ സൈലം ആപ്പിൻ്റെ പുതിയൊരു ഫീച്ചറാണ് ഇൻഫിനിറ്റി ക്വസ്റ്റ്യൻ പ്രാക്ടീസ്. എത്ര വേണമെങ്കിലും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ അതും നിങ്ങൾക്ക് ഈ ബാച്ചിൽ അവൈലബിൾ ആയിരിക്കും. സോ ബേസിക്കലി നിങ്ങളൊരു ട്രൂ കാൻഡിഡേറ്റ് ആണെങ്കിൽ, നിങ്ങൾ അത്രയ്ക്കും നീറ്റ് എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫ്രം ദ വെരി ഫസ്റ്റ് ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മളുടെ ബാച്ചിൻ്റെ പ്രത്യേകതകൾ. പിന്നെ സൈലം എന്തുകൊണ്ട് നിങ്ങൾ ചൂസ് ചെയ്യണം എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല.
കഴിഞ്ഞ 4 വർഷം കൊണ്ട് ഈ ഒരു ഫീൽഡിൽ, അതായത് നീറ്റ് JEE എക്സാം ഫീൽഡിൽ സൈലം കൊണ്ടുവന്ന മാറ്റം വളരെ വലുതാണ്. കഴിഞ്ഞ വർഷം മാത്രം 2000-ലധികം MBBS സ്റ്റുഡൻസിനെയാണ് സൈലം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അവരൊക്കെ സക്സസ്ഫുൾ ആയിട്ട് ഇപ്പം അവരുടെ MBBS ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലും കുറേ പേര് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്തവരാണ്. അപ്പോൾ നിങ്ങൾക്കും അതിൻ്റെ ഭാഗമാകാം. നമ്മളുടെ ഈ റെവല്യൂഷൻ്റെ ഭാഗമാകാൻ ഞാൻ നിങ്ങളെ എല്ലാവരെയും ഇതിലേക്ക് വെൽക്കം ചെയ്യുന്നു. പിന്നെ നിങ്ങൾക്ക് കുറേ പേർക്കുള്ള ഒരു കൺസേൺ ആയിരിക്കും, പക്ഷേ ഞങ്ങൾക്ക് +2 സിലബസിൻ്റെയും റിവിഷൻ ആവശ്യമുണ്ട്. +2 സിലബസിൻ്റെയും ഒരുമിച്ച് കൊണ്ടുപോകണമല്ലോ, കാരണം സ്കൂളിലും നിങ്ങൾക്ക് എക്സാംസ് വരും. അപ്പം ഇത് കാണുന്ന കുട്ടികളോടും പാരൻസിനോടും എനിക്ക് പറയാനുള്ളത്, +2 സിലബസിനെ ബേസ് ചെയ്തുള്ള ക്ലാസ്സസും ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. സൈലത്തിൻ്റെ ആപ്പിൽ തന്നെ അഗ്നി ബാച്ച് ഉണ്ട്. അപ്പം അഗ്നി പ്യുവർലി +2 സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ആണ്. ആ ക്ലാസ്സസ് നിങ്ങൾക്ക് ഈ ബാച്ചിലുള്ളവർക്ക് ഓപ്പൺ ആയിട്ടുണ്ടായിരിക്കും, ആക്സസ് ഉണ്ടാകും. അപ്പോൾ അത് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. പിന്നെ നീറ്റ് നിങ്ങളുടെ ഈ എൻറ്റയർ സിലബസ് കഴിയുമ്പോഴേക്കും നിങ്ങൾക്കുള്ള +2 ക്ലാസ് റിവിഷൻസ് നമ്മൾ സ്പെഷ്യലായിട്ട് കണ്ടക്ട് ചെയ്യും. പ്ലസ് നീറ്റിൻ്റെ നമ്മുടെ ക്രാഷ് പ്രോഗ്രാം പോലെയുള്ള ഫൈനൽ റിവിഷൻ പ്രോഗ്രാംസ് ഒരു XPL, അപ്പോൾ അതിലൊരു XPL ബാച്ചിലേക്കും നിങ്ങൾക്ക് ആക്സസ് ഉണ്ടാകും. സോ ബേസിക്കലി നിങ്ങളെ പൂർണ്ണമായും നിങ്ങളുടെ +2 ബോർഡ് എക്സാമിനും അതേപോലെ നിങ്ങളുടെ ഈ നീറ്റ് എക്സാമിനും എല്ലാ രീതിയിലും ഞങ്ങൾ പ്രിപ്പയർ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്കുള്ളൊരു കൺസേൺ ആയിരിക്കും, പക്ഷേ നീറ്റിന് 11th ഉം 12th ഉം സിലബസ് ഉണ്ടല്ലോ, അപ്പോൾ രണ്ടും നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതെന്നുള്ളത്. സോ ഡെഫിനറ്റ്ലി വേണം, കാരണം 11th സിലബസും നമുക്ക് ടച്ച് ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ ഈ ബാച്ചിൽ സ്പെഷ്യലായിട്ട് നിങ്ങൾക്കായിട്ട് 11th ടോപ്പിക്സിൻ്റെ റിവിഷൻ ക്ലാസ്സസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇതൊന്നും നമ്മൾ ജസ്റ്റ് ഫോർ ദ സേക്ക് പറയുന്നതല്ല, കാരണം എൻറ്റയർ പ്ലാൻ നിങ്ങൾക്കായിട്ട് സെറ്റാണ്. കഴിഞ്ഞ വർഷങ്ങളിലെ ബാച്ച് ഫോളോ ചെയ്തവർക്കത് നന്നായിട്ട് അറിയാം. അപ്പോൾ വാട്ട് എവർ യു വാണ്ട്, യുവർ നീറ്റ് ക്ലാസ്സസ്, നീറ്റ് സിലബസ് ബേസ്ഡ് ക്ലാസ്സസ്, എക്സാംസ്, പേഴ്സണൽ മെൻറ്ററിങ്, ഡൗട്ട് സോൾവിങ് ആൻഡ് ലൈവ് റെക്കോർഡഡ് ക്ലാസ്സസ്, ദെൻ യു ഹാവ് ക്ലാസ് 11th ടോപ്പിക് റിവിഷൻ, +2 ബോർഡ് എക്സാമിനുള്ള റിവിഷൻ ക്ലാസ്സസ്, ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. CBSE ആൻഡ് സ്റ്റേറ്റ് സ്റ്റുഡൻസിന് സെപ്പറേറ്റ് ബാച്ചസ് ആയിട്ടാണ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നത്. സോ വിഷിംഗ് യു ദ വെരി ബെസ്റ്റ്. ബൈ.